കേരള ചരിത്രമുള്ള ടോപ്പിക്കിൽ നമ്മൾ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരായിരുന്നു എന്നായിരുന്നു. അതാരാണ്? അൽഫോൺസ ഡി അൽബുക്കർക്ക്. അപ്പോൾ അൽബുക്കർക്ക് ആരായിരുന്നു ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി അത് ഫ്രാൻസിസ്കോ ഡി അൽമേഡ ആയിരുന്നു. അപ്പോൾ അൽമേഡ ഒന്നാമത്തെ വൈസ്രോയിയാണ്, അൽബുക്കർക്ക് രണ്ടാമത്തെ വൈസ്രോയി. അപ്പോൾ അൽബുക്കർക്കിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. അതായത് രണ്ടാമത്തെ വൈസ്രോയിയായ അൽബുക്കർക്കാണ് എന്ത് ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യം സ്ഥാപിക്കുന്ന ആരാണ്? അത് അൽബുക്കർക്കാണ്. അതുപോലെ തന്നെ മാനുവൽ കോട്ട പണിതതും അൽബുക്കർക്കാണ്. പിന്നെ ഗോവ പിടിച്ചെടുത്ത് ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയ്ക്ക് മാറ്റുന്ന ആരാണ്? അത് അൽബുക്കർക്കാണ്. അതുപോലെ തന്നെ മിശ്ര കോളനി വ്യവസ്ഥയും സ്ഥാപിച്ചത് അൽബുക്കർക്ക് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ കാർട്ടസ് വ്യവസ്ഥ. അപ്പോൾ എന്താണ് കാർട്ടസ് വ്യവസ്ഥ വെച്ച് കഴിഞ്ഞാൽ, കാർട്ടസ് വ്യവസ്ഥ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ ഇത് കൊണ്ടുവരുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മറ്റു കപ്പലുകളുടെ വ്യാപാരം തടയാൻ വേണ്ടിയിട്ടാണ് ഈ കാർട്ടസ് വ്യവസ്ഥ കൊണ്ടുവരുന്നത്. അപ്പോൾ കാർട്ടസ് വ്യവസ്ഥ റിലേറ്റഡ് ടു പോർച്ചുഗീസ്. അതുപോലെ തന്നെ